എല്ലാവർക്കും ജാനകീസ് ട്രാവൽ വ്ലോഗിലേക്ക് സ്വാഗതം. നമ്മുടെ വയനാട് വീഡിയോയുടെ കണ്ടിന്യൂഷൻ തന്നെയാണ്. ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് പഴശ്ശി പാർക്കിലാണ്. എനിക്ക് തോന്നുന്നു വയനാട് കാഴ്ചകൾ കാണാൻ വരുന്ന ഒട്ടുമിക്ക ആൾക്കാരും ഇവിടെ അങ്ങനെ വരാറില്ല. പക്ഷേ എല്ലാവരും വരേണ്ടതായിട്ടുള്ളൊരു സ്ഥലമാണിത്. മാനന്തവാടിയിൽ നിന്നും 2 കിലോമീറ്റർ മാത്രം ദൂരമുള്ള പഴശ്ശി പാർക്കാണിത്. എക്കോ ഫ്രണ്ട്ലി പാർക്കാണ്. ഇവിടുത്തെ പ്രവേശനത്തിന് മുതിർന്നവർക്ക് 40 രൂപയും കുട്ടികൾക്ക് 20 രൂപയുമാണ്. മഞ്ഞ ഡാലിയ കോമൺ ആയിട്ടുള്ളത് അല്ലേ? മഞ്ഞ റയറായിട്ടാണ് കാണുന്നത്. വവ്വാൽ 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 പിന്നെ മുളച്ചെടികളും ധാരാളം പച്ചപ്പുമുള്ള ഒരു എക്കോ ഫ്രണ്ട്ലി പാർക്കാണ് പഴശ്ശി പാർക്ക്. കബനി നദിയുടെ തീരത്തായിട്ട് 5 ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായൊരു പാർക്കാണ് പഴശ്ശി പാർക്ക് എന്ന് പറയുന്നത്. ആർട്ടിഫിഷ്യലായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് അവിടെ കാണാൻ പറ്റത്തില്ല. പ്രകൃതിയോട് ഇഴകി ചേർന്നുകൊണ്ട് നമുക്ക് നടക്കാനും കാഴ്ചകൾ കാണാനും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇവിടെ വരെ വരികയും ആസ്വദിക്കുകയും ചെയ്യാവുന്നതാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പാർക്കാണ് ഈ പഴശ്ശി പാർക്ക് എന്ന് പറയുന്നത്. കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ആകർഷിക്കുന്ന വിധത്തിലുള്ള ആക്ടിവിറ്റീസാണ് ഇവിടെയുള്ളത്. 1994 പഴശ്ശി പാർക്ക് ആരംഭിക്കുന്നത്. ജില്ലാ ടൂറിസം വകുപ്പിൻ്റെ കീഴിലാണ് ഇതിൻ്റെ ഫങ്ഷൻസൊക്കെ നടക്കുന്നത്. മരങ്ങളും പച്ചപ്പും തിങ്ങി നിൽക്കുന്ന ഈ പാർക്കിലേക്ക് പ്രവേശിക്കുമ്പോൾ നല്ലൊരു കുളിർമയും വല്ലാത്തൊരു ഫീലിങ്സുമാണ്. വളരെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പാർക്കാണ്. ഒപ്പം കടവാവൽ ധാരാളം കാണാൻ കഴിയുന്ന ഒരു സ്ഥലം കൂടിയാണ്. അവരുടെ കരച്ചിലും ആ ഒരു ശബ്ദവും കേട്ടുകൊണ്ട് നമുക്കിങ്ങനെ നടക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര, ശരിക്കും പഴശ്ശി പാർക്ക് എന്നല്ല, ഇതിനെ നമുക്ക് വവ്വാലുകളുടെ പാർക്ക് എന്ന് വേണമെങ്കിൽ നമ്മൾ പറഞ്ഞാൽ ആയിരിക്കും കൂടുതൽ ഭംഗി. ഈ പാർക്കിനുള്ളിൽ ഈ കുട്ടികൾക്കുമൊക്കെ കളിക്കാനുള്ള ഒരുപാട് സ്ഥലമുണ്ടെങ്കിലും ഒരുപാട് നടക്കാനും ശുദ്ധവായു ശ്വസിക്കാനും ഒക്കെ ആയിട്ട് ധാരാളം നടപ്പാതകൾ അവിടെ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഇതെന്ന് വെച്ചാൽ ഒരു മുളകളുടെ ഒരു കൂട്ടമാണ്. ഭയങ്കര ഭംഗിയാണ് ഇതിനെ കാണാനായിട്ട്. അതിങ്ങനെ നല്ല എനിക്കൊന്ന് നാച്ചുറലായിട്ട് തന്നെ കിളിച്ച് വന്നതാണ് അത്. ഈ മരങ്ങളെല്ലാം തന്നെ ഇവിടെ അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് വളരെ ഭംഗിയായിട്ട് ഒരു മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. കബനി നദിയുടെ തീരത്തും കൂടെ ആയപ്പോഴത്തേക്കാണ് അതിന് ഭയങ്കര ഭംഗി വന്നത്. ഇനി നമുക്കിവിടെ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ആസ്വദിച്ച് കളിക്കാൻ കഴിയുന്ന പല രീതിയിലുള്ള ആക്ടിവിറ്റീസ് നമുക്കിവിടെ കാണാൻ കഴിയും. ഊഞ്ഞാൽ, പിന്നെ അതേപോലെ റൂപ്പിലൂടെയുള്ള നടത്തം, ഇങ്ങനെ മരത്തിൽ കയറും, പല അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസും മറ്റും നമുക്കിവിടെ കാണാൻ കഴിയും. അതെല്ലാം ഓരോന്നായിട്ട് ഞാൻ കാണിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ഇവിടെ ഇരിക്കുന്നതാണ് ജാനു മരത്തിൽ കയറുന്ന സീനാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്ക് സാധാരണ സ്ലൈഡ്, പിന്നെ ഊഞ്ഞാൽ, അങ്ങനെയുള്ള ആർട്ടിഫിഷ്യൽ ഐറ്റംസാണ്. ഇതൊക്കെ എന്ന് വെച്ചാൽ നമ്മളൊക്കെ പണ്ട് 90s-ലും 1995 ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവർക്കൊക്കെ അറിയാം. ഞങ്ങളൊക്കെ ആണെങ്കിൽ ഒരുപാട് മരം കയറുകയും ഒക്കെ ചെയ്തിട്ടുള്ള കൂട്ടത്തിലാണ്. ഇപ്പോഴത്തെ കുട്ടികൾ അതൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള കുട്ടികൾക്ക് നമുക്കതൊന്ന് റീക്രിയേറ്റ് ചെയ്ത് അവർക്ക് കൂടെ അത് ചെയ്യിപ്പിക്കണമെന്ന് ഒക്കെ ആഗ്രഹമുള്ളവർക്ക് ഈ പഴശ്ശി പാർക്കിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഉണ്ട്. കുട്ടികളെ ഫ്രീ ആയിട്ട് വിട്ട് അവർ മരം കയറി അവർ ആസ്വദിച്ച് ആ കളിക്കുന്നതൊക്കെ കാണുന്നത് തന്നെ ഒരു ഭയങ്കര സുഖം തരുന്ന കുറേ നല്ല ഓർമ്മകളാണ്. ഓർമ്മകൾ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, നല്ല കാഴ്ചകളാണ് നമുക്ക് കിട്ടുന്നത്. അവർക്കിഷ്ടത്തിന് മരം കയറുന്നു, ഇറങ്ങുന്നു, ആ മണ്ണിനോട് ഇഴുകി ചേർന്നിട്ടുള്ള കളികളിൽ ഏർപ്പെടുന്നു. അതൊക്കെ കാണാനും ഒക്കെ ഇപ്പോൾ ഒരു സ്ഥലത്ത് നമുക്കത് കാണാൻ കഴിയത്തില്ല. വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് അവർ ക്രിയേറ്റ് ചെയ്ത് വെക്കാറുള്ളൂ. ഇതിങ്ങനെ ഒരു ഏണി പോലെ ഹാങ്ങിങ് ആയിട്ട് കെട്ടിയിട്ട ഒരു ഏണി പോലെ അതിനകത്ത് ഇങ്ങനെ പിടിച്ച് മേളിൽ
കയറുക. ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് കൂടാതെ ഇവിടെ ചെറിയ ചെറിയ ഫങ്ഷൻസൊക്കെ നടത്താനുള്ള ഔട്ട്ഡോർ സ്റ്റേജും കാണാൻ കഴിഞ്ഞു. അതും ഒക്കെ ഒരു ഭയങ്കര രസകരമായിട്ടുള്ളൊരു വൈബായിരുന്നു. അതാ ഞാൻ പറഞ്ഞു, പല നാച്ചുറലായിട്ടുള്ള ഓപ്പൺ സ്പേസിലിരുന്നു കൊണ്ടുള്ള പല ആക്ടിവിറ്റീസും നമുക്ക് ഈ പാർക്കിൽ കാണാൻ കഴിയും. ഒരു സായാഹ്നം മനോഹരമായി ചിലവഴിക്കാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് പഴശ്ശി. നാണി ഇങ്ങോട്ട് നടക്ക്. ഇത് ഊഞ്ഞാലിൻ്റെ സെക്ഷനാണ്. കുട്ടികളോടൊപ്പം തന്നെ മുതിർന്നവരും ഒരുപാട് ആസ്വദിച്ച് ഊഞ്ഞാലാടുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് പഴശ്ശി പാർക്കിനെ കാണാൻ കഴിഞ്ഞത്. എല്ലാവരും, ഇത് നൂബിയാണ്, ഞാൻ നൂബിയെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നൂബി ഭയങ്കരമായിട്ട് എല്ലാ ആക്ടിവിറ്റീസിനും നല്ല ഞാൻ കയറാൻ പോകുമെന്ന് പറഞ്ഞ് സകലതിനകത്ത് നൂബി കയറുകയും അതെല്ലാം ആസ്വദിച്ച് ചെയ്യുകയും ചെയ്തു. കുട്ടികളോടൊപ്പം തന്നെ നൂബി ഇതിനകത്തെല്ലാം കയറി ഇറങ്ങി അടിച്ചു പൊളിച്ച് ഒരു നല്ല മനസ്സിന് സന്തോഷവും കുളിർമയും ഒക്കെ നൽകുന്ന ഒരു സ്ഥലമാണ് പഴശ്ശി പാർക്ക്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇവിടെ പോകണം. കുട്ടികളും, അതായത് നമുക്ക് ഒരുമിച്ച് കുട്ടികളോടൊപ്പം തന്നെ അവർക്ക് കിട്ടുന്ന ആ എനർജിയും ആ ഒരു സന്തോഷവും നമ്മളിലേക്കും കൂടെ പകർന്നു തരുന്ന ഒരു സ്ഥലം കൂടിയായിട്ടാണ് പഴശ്ശി പാർക്കിനെ എനിക്ക് നിങ്ങളെ മുന്നിൽ കാണിക്കാൻ കഴിയുന്നത്. അത്രയ്ക്ക് മനോഹരമായ ഒരു സ്ഥലമാണ്. ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അതേപോലെ മനസ്സിൽ കവിതകളും കഥകളും ഒക്കെ ഉറങ്ങിക്കിടക്കുന്നവർക്ക് അതിനെയെല്ലാം ഉണർത്തിയെടുക്കാൻ പറ്റിയ ഒരു സ്ഥലമായിട്ടായിരുന്നു എനിക്ക് ഈ പഴശ്ശി പാർക്ക് കാണാൻ കഴിഞ്ഞത്. ഒപ്പം കിളികളുടെ ശബ്ദവും വവ്വാലുകളുടെ ബഹളവും കബനി നദിയുടെ ഭംഗിയും ഇവിടുത്തെ മരങ്ങളും ഇവിടുത്തെ കാഴ്ചകളും ഇവിടുത്തെ കുട്ടികളുടെ കലവിലാ ശബ്ദങ്ങളും ഒക്കെ ഒരു വല്ലാത്തൊരു അറ്റ്മോസ്ഫിയറാണ് നമുക്ക് തരുന്നത്. അതെല്ലാം നമുക്ക് ആസ്വദിക്കാൻ കഴിയും. വളരെ ഒരു ആർട്ടിഫിഷ്യലായിട്ടുള്ള, സാധാരണ പാർക്കിലൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ഫീലിംഗ് അല്ല നമുക്ക് പഴശ്ശി പാർക്കിൽ വരുമ്പോൾ കിട്ടുന്നത്. വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പാർക്കായിട്ടാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. ഒപ്പം തന്നെ ഈ ആക്ടിവിറ്റീസൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് അവിടെ കയറുകയും കുട്ടികൾക്ക് കളിക്കുകയും ഒക്കെ ചെയ്യാൻ പറ്റും. ഒപ്പം ഒറ്റയ്ക്കാണ് നിങ്ങൾക്ക് ഇരിക്കാൻ ആഗ്രഹമെങ്കിൽ അതിനും അവിടെ സ്ഥലമുണ്ട്. അവിടെ ഇരുന്ന് എത്രയോ സമയങ്ങൾ സ്പെൻഡ് ചെയ്യാനും നമ്മുടെ ഓർമ്മകളിലേക്ക് കുളിർമ കൊണ്ടുവരാനും ഒക്കെ കഴിയുന്ന ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് പഴശ്ശി പാർക്കിനെ തോന്നിയത്. അത്രയ്ക്ക് ഭംഗിയാണ്. സോ വയനാട്ടിൽ വരുന്ന ആൾക്കാർ ആരും തന്നെ മിസ് ചെയ്യരുത്. കുറച്ച് സമയം നിങ്ങൾ പഴശ്ശി പാർക്കിൽ വന്ന് സ്പെൻഡ് ചെയ്യണം. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് പഴശ്ശി പാർക്ക്. ഈ കാണുന്ന മരങ്ങളിലൊക്കെ തന്നെ വവ്വാലുകളാണ്. അതിൻ്റെ ഒരു വ്യൂ ഈ വീഡിയോയിലൊന്നും കാണിച്ചു തന്നാൽ നിങ്ങൾക്കത് മനസ്സിലാകണമെന്നില്ല. ഒരിക്കൽ നമ്മൾ നേരിട്ട് പോയി തന്നെ ആ വവ്വാലുകളുടെ ഒരുമിച്ചുള്ള ഒരു സംഗമവും അവരുടെ കരച്ചിലും ഒക്കെ കേൾക്കുന്നതാണ് പ്രത്യേകം ഭംഗി. വയനാടിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും മായ്ച്ചു കളയാൻ പറ്റാത്ത ഒരു മരമാണിത്. ചെയിൻ ട്രീ അഥവാ ചങ്ങലമരം. പ്രതികാരത്തിൻ്റെയും ഒക്കെ കഥ പറയുന്ന ചങ്ങലമരം. ഒരു കാലത്ത് പകൽ സമയത്ത് പോലും ഇതിലൂടെ സഞ്ചരിച്ചിരുന്നവർ പേടിപ്പെടുത്തിയിരുന്ന ഒരു മരം കൂടിയാണ് ഇത്. അപകടങ്ങളും മരണങ്ങളും ഇവിടെ നടന്നു. വാഹനത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഭീതിപ്പെടുത്തുന്ന രൂപം മുന്നിലേക്ക് എടുത്തു ചാടുന്നതായും അയാളെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ അപകടത്തിൽപ്പെടുന്നതായും ഇതിലൂടെ കടന്നു പോകുന്നവരെല്ലാം പറഞ്ഞുകൊണ്ടേയിരുന്നു. കുറേ ദൂരത്തോളം ആ രൂപം പിറകെ ഓടി വരുന്നതായും ഒരു ചങ്ങല ശബ്ദം കേട്ടതായും അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നവർ പറഞ്ഞിരുന്നു. അപകടങ്ങൾ കൂടി വന്നപ്പോൾ നാട്ടുകാർ പരിഹാരം കാണാൻ തീരുമാനിച്ചു. അതിനെ പ്രത്യേക പൂജയും മറ്റും നടത്തിയ ശേഷം ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണക്കാരനായ ആത്മാവിനെ ചങ്ങലയിൽ ബന്ധിച്ച മരമാണിത്. ഈ മരത്തിൽ തളയ്ക്കപ്പെട്ട ദുർമരണപ്പെട്ട മനുഷ്യന്റെ ആത്മാവ് ഒരു കാലത്ത് വീരനായകനായിരുന്ന കരിന്തണ്ടൻ്റെതായിരുന്നു എന്ന് പിന്നീട് അറിയപ്പെട്ടു.
കാടിനെ അടുത്തറിഞ്ഞിരുന്ന, കാടിനോട് ഇണങ്ങി ജീവിച്ചിരുന്ന ബുദ്ധിമാനായ സാഹസികനായ ഒരു മനുഷ്യൻ കൂടിയായിരുന്നു അദ്ദേഹം. വയനാട്ടിലേക്ക് എത്തിപ്പെടുന്നവർക്ക് എളുപ്പവഴി കണ്ടെത്താൻ അക്കാലത്ത് ബ്രിട്ടീഷുകാരെ സഹായിച്ചിരുന്നൊരു മനുഷ്യനാണ് ഇദ്ദേഹം. ബ്രിട്ടീഷുകാർക്ക് ടിപ്പുവിനോട് പോരാടാനും സൈന്യത്തിനെ കൊണ്ട് മൈസൂരിലേക്ക് പോകാനും കഴിയാതെ വഴിമുട്ടി നിന്നിരുന്ന ബ്രിട്ടീഷുകാർ കരിന്തണ്ടനെ കുറിച്ച് അറിയുകയും അദ്ദേഹത്തിനടുത്ത് എത്തിച്ചേരുകയും ചെയ്തു. 3 മലകളിലായാണ് വയനാട് ചുരം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. ആകെ കരിന്തണ്ടൻ്റെ ആവശ്യം തൻ്റെ നാടിനെ ഉപദ്രവിക്കരുത് എന്ന് മാത്രം വഴികാട്ടിക്കൊടുത്തു. ബ്രിട്ടീഷുകാർക്ക് കരിന്തണ്ടൻ ഒരു അത്ഭുതമായിരുന്നു. കൃത്യമായി വഴികാട്ടിക്കൊടുത്ത് സ്വപ്നതുല്യമായ നേട്ടം കൈവരിച്ച ശേഷം ഈ നേട്ടം മറ്റാർക്കും പറഞ്ഞു കൊടുക്കാതിരിക്കാൻ കരിന്തണ്ടനെ ചതിയിലൂടെ അവർ കൊലപ്പെടുത്തി. മരത്തിനോടൊപ്പം തന്നെ ഈ ചങ്ങലയും വളരുന്നുണ്ട് എന്നാണ് ഇവിടെയുള്ളവർ പറയപ്പെടുന്നത്. ഈ മരം സ്ഥിതി ചെയ്യുന്നത് ലക്കിടിയാണ്, വയനാടിൻ്റെ എൻട്രി കവാടം. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ട് പോയ സമയത്ത് വളരെ ഇരുട്ടായിരുന്നു. സന്ധ്യാസമയമായതിനാലാണ് നമുക്ക് ഈ കാഴ്ചകളെല്ലാം വിട്ടുപോയതും കാണാൻ കഴിയാതിരുന്നു. ഇത് ഞങ്ങളിപ്പോൾ തിരിച്ച് വയനാട് ചുരം ഇറങ്ങിയത് വെളുപ്പിനാണ്, ഒരു 4:30-5 മണി സമയം. ഭയങ്കര ഭംഗിയുള്ളൊരു വ്യൂവും അത്രയ്ക്ക് തിരക്കൊന്നുമില്ലാത്ത നല്ലൊരു സമയമായിരുന്നു ഞങ്ങൾ ചുരം ഇറങ്ങാൻ ചൂസ് ചെയ്തത്. അതുകൊണ്ട് ഇത്രയും മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാനും വീഡിയോ എടുക്കാനും ഒക്കെ കഴിഞ്ഞു. 1980-ലാണ് കേരളത്തിലെ 12ാമത്തെ ജില്ലയായി വയനാട് രൂപം കൊള്ളുന്നത്. പ്രായത്തിൽ കുഞ്ഞനാണെങ്കിലും സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ മുൻപന്തിയിലാണ് വയനാട്. ഇത് ഞങ്ങൾ വയനാട് ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും. എനിക്ക് തോന്നുന്നു ബെസ്റ്റ് സമയമാണ് ചുരം ഇറങ്ങി വരാൻ വെളുപ്പിനാണ്, ഒരു 4:30-5 ആ ഒരു ടൈം. ഭയങ്കര മഞ്ഞുകളൊക്കെ ഇങ്ങനെ മൂടി നിൽക്കുന്നതും ആ മലകളിടയിലൂടെയുള്ള ആ മനോഹരമായ കാഴ്ചയും ഒക്കെ കണ്ട് സുഖമായിട്ടിങ്ങനെ കാർ ഓടിച്ച് നമുക്ക് പോകാൻ പറ്റുന്ന നല്ലൊരു സമയമാണിത്. അത് കൃത്യമായിട്ട് ആസ്വദിച്ചുകൊണ്ടായിരുന്നു ഞങ്ങളുടെ തിരിച്ചുള്ള വയനാടൻ യാത്ര. ആ ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും നമുക്കിത് ഒരുപാട് ആൾക്കാർ അവിടെ നിർത്തി അതെല്ലാം ആസ്വദിച്ച് പതുക്കെയാണ്. ട്രാഫിക് ബ്ലോക്ക് ഒന്നും തന്നെ ഈ സമയം കാണത്തില്ല. നമുക്ക് നമ്മുടെ വയനാടൻ വീഡിയോസൊക്കെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇത് നമ്മുടെ വയനാടൻ കാഴ്ചകളിലെ അവസാനത്തെ വീഡിയോ ആണ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.